ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ കുക്കർ ബിരിയാണി എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണ്. സത്യം പറഞ്ഞാൽ അതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ ഞാൻ കുക്കർ ബിരിയാണി ഇട്ടപ്പോൾ അതിൻ്റെ ഷോർട്സിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ഇടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇടുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ വിസിലടിച്ചാൽ മതി കുക്കറിൽ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി എടുത്തിട്ട് അതൊന്ന് പേസ്റ്റാക്കി മാറ്റി വയ്ക്കണം. അതാണ് നമുക്ക് കുക്കർ ബിരിയാണി കുറച്ച് ഫ്ലേവർ തരുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ അരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാറ്. അങ്ങനെ കണക്കിൽ വെച്ച് വരുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് എപ്പോഴും കിട്ടാറുള്ളത് കേട്ടോ വെന്ത്. പിന്നെ നമ്മൾക്ക് ഈ പറയണ ആ ഒരു ബിരിയാണിയുടെ നമ്മളെപ്പോഴും ഇടാറുള്ള സ്പൈസസ് ഇടണം. അത് കറുകാമ്പട്ട, അതുപോലെ ഗ്രാമ്പൂ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, ജീരകം, അതെല്ലാം കൂടി നമ്മൾ ഇടണം. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ഡാൽഡ ഇട്ടിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇടാം, ഞാൻ ഡാൽഡയാണ് ഇട്ടത് കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ്, കുരുമുളക്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്പൈസസും കൂടിയിട്ട് നമ്മൾ അതിലോട്ട് ഇടുകയാണ്. സ്പൈസസൊക്കെ ഇടുമ്പോഴേക്കും നമ്മൾ തീ കുറച്ച് വയ്ക്കണം. അപ്പോൾ തീ കുറച്ച് വയ്ക്കുമ്പോൾ അടി പിടിക്കില്ല. അങ്ങനെ സ്പൈസസ് ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതടിച്ച് വെച്ചേക്കണ പേസ്റ്റ് ഇല്ലേ, അത് ഇടുക. കുറച്ച് സവാള ഇടുക. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് മൊരിച്ചെടുക്കുക. അങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ അതിന് കിട്ടും. അപ്പോൾ അത് നമ്മൾ മൊരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടി ഇടണം കേട്ടോ. അങ്ങനെ സവാളയും തക്കാളിയും ഒന്ന് മൂത്ത് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അതിലോട്ട് നമ്മളുടെ പൊടികൾ ഇടുക. ഞാനിവിടെ എല്ലാ പൊടികളും ഇടാറുണ്ട്. പൊടികൾ ഇട്ട് കഴിയുമ്പോൾ അതിനൊരു എല്ലാ പൊടികളും ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ പൊടികൾ ഇടാറുണ്ട്. പിന്നെ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുക്കർ ബിരിയാണി ആണ്, അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പ്രോൺസ്, അതുപോലെ തന്നെ ചിക്കൻ. പിന്നെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് മുട്ട പൊരിച്ച് അത് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇടാം. അങ്ങനെ ഇതാ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എളുപ്പമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ലവ് യു, ടേക്ക് കെയർ.